അങ്ങനെ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ആസ് യൂഷ്വൽ എല്ലാ പണക്കാരുടെയും എല്ലാ നടീനടന്മാരുടെയും മുഖം മാത്രം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. ഞാൻ മറ്റ് വാർത്താ ചാനലുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഫേസ്ബുക്ക് തുറന്നത് ഇത് തന്നെയാണ്. ചിപ്പി പൊങ്കാലയിടുന്നു, കുപ്പി പൊങ്കാലയിടുന്നു, ബീന ആൻ്റണി പൊങ്കാലയിടുന്നു, ഒന്നും പറയാനില്ല. അങ്ങനെ മതജാതി ഭാത ഭേദമന്യേ പൊങ്കാലയുടെ ബഹളം തന്നെയാണ്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു നല്ല ഫ്രെയിം ഞാൻ കാണിച്ചില്ല, ശ്യാമ ഫ്രെയിം കാണിച്ചു. ഇത് പാളയം പള്ളിയാണ്. ഈ ഒരു പാളയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഗണപതി ക്ഷേത്രം, മുസ്ലിം പള്ളി, തൊട്ടടുത്ത് തന്നെ ക്രിസ്ത്യൻ പള്ളി. ഈ ഒരു സ്ഥലം യഥാർത്ഥത്തിൽ ഈ പാളയം എന്നുള്ളത് ഒരു കൊച്ചു കേരളം തന്നെയാണ്. ഇതാണ് നമ്മുടെ റിയൽ കേരള സ്റ്റോറി. ഒരു ദൃശ്യം കാണിച്ചുതരാം. പാളയം പള്ളിയുടെ മുറ്റത്ത് തന്നെ പൊങ്കാല ഇടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭക്തജനങ്ങളുടെ ദൃശ്യം. നമുക്കിത് നോക്കുമ്പോൾ വലിയ മതേതരത്വം. ഇതാണ് നമ്മുടെ കേരളം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, എത്രയോ കാലമായി തുടങ്ങിയതാണ്. അത് ഒന്നോ രണ്ടോ സിനിമയോ ഒന്നോ രണ്ടോ ലേഖനമോ ഒന്നും വന്നാൽ തന്നെ തീരുന്നല്ല. ഇതാണ് നമ്മുടെ കേരള സ്റ്റോറി. ഈ ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ പള്ളിയിൽ പള്ളിക്ക് മുറ്റത്ത് അവരിങ്ങനെ നിൽക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇത് തന്നെയാണ്. മണക്കാട് ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലും മുസ്ലിം ക്രിസ്ത്യൻ സഹോദരന്മാർ, ക്രിസ്ത്യൻ പള്ളികൾ തുറന്നു തരുന്ന ബിഷപ്പുമാർ, ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ തലസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഷാനി സൂചിപ്പിച്ച പാളയം വിമാനം നമ്മുടെ മുന്നിലുണ്ട്. രാവിലെ തന്നെ എത്തി എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി എത്തിയായിരിക്കും അല്ലെ? തീർച്ചയായും. ആദ്യമായിട്ട് കമലേഷിന് നമസ്കാരം നേരുകയാണ്. അതുപോലെ തന്നെ എല്ലാ ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നേരുകയാണ്. നമ്മൾ ഇന്നലെ തന്നെ നമ്മളെ സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 4 മണിയായിരുന്നു. ഞാൻ പറയാം, ഈ ദൃശ്യം ഇത് നമുക്ക് പെട്ടെന്ന് പുറത്തൊരാൾ കാണുമ്പോൾ അയ്യോ ഭയങ്കര ഇതല്ലേ നമ്മുടെ കേരളം. തീർച്ചയായും. ഇന്നലെ തന്നെ നമ്മള് ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 മണിയായതോടൊപ്പം തന്നെ ഈ ഇവർക്ക് രാത്രി വിശ്രമിക്കാനുള്ള പന്തൽ തയ്യാറായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ ഇന്നലെ രാത്രി വന്നപ്പോൾ ഇവർക്ക് നോമ്പുതുറ വിഭവങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയും ഞാൻ നമ്മുടെ സെക്യൂരിറ്റിനോടൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. എല്ലാവർക്കും ചായയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പലഹാരമൊക്കെ എല്ലാവർക്കും നൽകണം. അതായത് നോമ്പുതുറന്റെ സമയത്താണല്ലോ ഒരുപാട് ആളുകൾ വരുന്നത്. അപ്പൊ അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ നിറവേറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ അതിഥികൾക്ക് വേണ്ടി. നമ്മുടെ യഥാർത്ഥത്തിൽ ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശ്വാസങ്ങളാണ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ. ആ വ്യത്യാസങ്ങളെ സംബന്ധിച്ചപ്പോൾ നമ്മൾ പറയേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നഗരത്തിലേക്ക് വരുന്ന ഈ സഹോദരിമാർ സത്യത്തിൽ നഗരത്തിന്റെ അതിഥികളാണ്. അതിഥികൾ എന്നുള്ള നിലക്ക് അവർക്ക് ധാരാളം അവകാശങ്ങളുണ്ട്. നമ്മൾ ആതിഥേയരാണ്. ആതിഥേയർ എന്ന നിലക്ക് നമുക്കൊക്കെ എന്തുണ്ട് ബാധ്യത ഉണ്ട്. കേരളത്തെ ഒരു പൈശാചികവൽക്കരിക്കാനുള്ള ശ്രമം ഉണ്ട്. അതിന്റെ ഒരു ജനങ്ങളെല്ലാവരും അങ്ങനെയല്ല. കേരളം ഞങ്ങളെ എന്നും ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് എന്ന്. അത് തന്നെയാണ് കേരളം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്തെന്നോ, എപ്പോൾ നോക്കിയാലും ഈ ചിപ്പിയിടത് കുപ്പിയിടത് ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. എന്താണടേ അങ്ങനെ? ബാക്കിയുള്ളവർക്കൊന്നും ഒരു ഇത് കൊടുക്കാത്തത് എന്താണ്? ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. അവിടെ എത്രയോ മനുഷ്യർ വന്ന് അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന അന്നാരാജൻ്റെ തകർപ്പാണ്. അന്നാരാജനെ കണ്ടാണ് നിങ്ങൾ? കണ്ടോളി. എന്തായാലും തള്ളിച്ചയിൽ പുള്ളിക്കാരത്തി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ കിടന്ന് ഈ സുന ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിൽ ബാക്കിയുള്ളതൊന്നും കണ്ടില്ല എന്നുള്ളതാണ്. അന്നെങ്കിൽ ഇത്തിരി നന്നായിട്ട് മാനമര്യാദയ്ക്ക് ഇരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതും ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്തോ സാരമില്ല. ഓരോരുത്തർക്കും ഓരോ തോന്നലല്ലേ. അപ്പം ഇത് കാണാനായിട്ട് നിങ്ങൾ ക്യാമറ തൂക്കിക്കൊണ്ട് അങ്ങോട്ട് പോയിട്ടല്ലേ ഇത് കണ്ടത്. ക്യാമറ തൂക്കിക്കൊണ്ട് അങ്ങോട്ട് പോയായിരുന്നെങ്കിൽ ഈ കാഴ്ച കാണാനായിട്ട് ഉണ്ടാകുമായിരുന്നു? ഒരിക്കലുമില്ല. അപ്പം അത് നിങ്ങളുടെ കയ്യിലിരിപ്പാണ്. അതുകൊണ്ട് അതിനകത്തൊന്നും പറയാനില്ല. തള്ള ഇതാരെന്ന് കണ്ട അനുകൊച്ചി. എനിക്ക് വയ്യ. അന്നാരാജനെ പോലെ തന്നെ എല്ലാം തള്ളി പിടിച്ചുകൊണ്ട് അതും ഉണ്ട്. പക്ഷെ അന്നാരാജനെ മാത്രമേ ആളുകൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇതിലെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അടുപ്പ് കാണൂല, അടുപ്പത്ത് വയ്ക്കുന്ന വിറവ് കാണൂല, ചുറ്റുമുള്ള ഒന്നും കാണത്തില്ല. ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന മാർക്കാണ് ഈ കുഴപ്പം. ഇതിനെ ചൊല്ലി ഇട്ടവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എന്നാലും എൻ്റെ അന്നക്കൊച്ചി യജാതി എന്തൊരു ഡെഡിക്കേഷനാണെന്ന് നോക്കിയാണ്. ഇതാണ് ഡെഡിക്കേഷൻ. ഇപ്പോൾ അമ്പലങ്ങൾ തോറും നടന്ന് ഉദ്ഘാടനം നടത്തുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനൊരു പ്രഹസനം തോന്നുന്നു. ദിയാസന ഉണ്ടായിരുന്നു. നമ്മൾ ദിയാസനയെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ മംഗളകരമായിട്ട് ആ സംഗതി അങ്ങ് തീർന്ന് നമുക്കിന്ന് മുറ്റത്തിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടെന്ന് അറിയാമോ? നമുക്കിന്ന് മുറ്റത്തിറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു രീതിയിലും എങ്ങോട്ട് പോകാനൊക്കത്തില്ല. ഇഷ്ടം പോലെ ആ പെണ്ണുങ്ങൾ വന്ന് ഇന്ന് നല്ല രീതിയിൽ മംഗളകരമായിട്ട് നടന്നത്. കേരള സ്റ്റോറിയാണല്ലോ എല്ലാവരും ബേസ് ചെയ്യുന്നത്. ഈ പൊങ്കാല ഇടുക എന്നുള്ളത് ഇന്ന ഒരു മതക്കാരുടെ പരിപാടി, കുത്തക അവകാശമൊന്നും അല്ല. ഇപ്പോൾ മുമ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മളെല്ലാവരും ഇടും.
ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു നേർച്ച വയ്ക്കാം. ആ നേർച്ച വീട്ടാൻ വേണ്ടിയിട്ട് പോയി അത് ചെയ്യാവുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അമ്പലത്തിൻ്റെ മുമ്പിലും പള്ളീൻ്റെ മുമ്പിലും ചർച്ചിൻ്റെ മുമ്പിലും ഒക്കെ ഇട്ടിടാം. ഇതാണ് റിയൽ കേരള സ്റ്റോറി. പക്ഷെ ഞാൻ കണ്ട കേരള സ്റ്റോറി നാട്ടുകാർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു കേരള സ്റ്റോറി ഞാനിവിടെ വയ്ക്കുകയാണ്. ഇതും ഒരു കേരള സ്റ്റോറിയാണ്. ഈ കേരള സ്റ്റോറിയെ പറ്റിയൊന്നും ചങ്കുണികൾക്കും ചങ്കുകൾക്കും ഒന്നും പറയാനുണ്ടാവത്തില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോവാം, അതൊന്നും കുഴപ്പമില്ല. അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ നമ്മൾ വില്ലെടുക്കുകയുള്ളൂ, അമ്പും വില്ലും എടുത്തോണ്ട് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതും അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കാണണം. എന്തോ ഇപ്പോൾ ഇതെന്നല്ലേ, ആനി ചേച്ചി ആനി ചേച്ചി ഇപ്പോൾ റിയൽ ഹിന്ദുവായി ഗർഭാപ്പസിയിലേക്ക് വന്നിരിക്കുകയാണ്. അതല്ലേ എത്ര കൃത്യമായിട്ട് സ്ഫുടമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അതാണ്. അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. പരസ്പരം വെല്ലുകുത്താതെ ബഹളം വെക്കാതെ ഐക്യപ്പെട്ട് പോവുക. അവരവർക്ക് അവരവരുടെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ. പരസ്പരം ഐക്യകണ്ഠത്തോടു കൂടി മുന്നോട്ട് പോയാൽ എല്ലാം നല്ലത് തന്നെ. ഇത്തരം പ്രഹസനങ്ങളൊക്കെ കാണിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? വെറ്റുകൾ വിടാതെ പിന്തുടരുന്നത് കൊണ്ടാണ്. എന്തായാലും കേരളത്തിലൊരു കലാപം എവന്മാർ സ്വപ്നം കാണേണ്ട നടക്കൂല. അതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ പൊങ്കാല എന്ന് ഞാൻ പറയും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും കമൻറ്റിൽ പറയുക. എല്ലാവർക്കും എൻ്റെ പൊങ്കാല ആശംസകൾ. വന്ന് കഷ്ടപ്പെട്ട് ഈ വെയിലത്ത് നിന്നുകൊണ്ട് അത് ചെയ്തിട്ട് പോയവർക്കൊക്കെ അവരുടെ എന്താണോ അവർ ആഗ്രഹിച്ചത് ആ ആഗ്രഹ സഫലീകരണം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പോരെ? കൂടെ എന്നെയും കൂടെ ഓർക്കണം കേട്ടോ. നന്ദി. എനിക്ക് പൊങ്കാല ഇടാൻ ആഗ്രഹമുണ്ട്. ഈ വർഷമില്ല, അടുത്ത വർഷം ഞാനും പോയി പൊങ്കാല ഇടാൻ തീരുമാനിച്ചു. നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് ഇട്ടാലും പൊങ്കാല തന്നെ. പിന്നെ അവിടുത്തെ ആ ഒരു പുണ്യമല്ലോ അതോ ഇതോ ആ തീയോ ഒന്നും നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങറ്റം കഴക്കൂട്ടം വരെ ആളുണ്ടായിരുന്നെന്നാണ് അറിവ്. നാളെ കൂടുതൽ വിശേഷങ്ങളുമായി വരാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. നന്ദി.